ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതായത് ഉടനടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായി വന്നിരിക്കുന്നത് അവകാശം. പൂർവികരുടെ സ്വത്ത് ലഭിക്കുക, അനന്തരാവകാശം ഏറ്റെടുക്കേണ്ടി വരിക, അതിനുവേണ്ടി കലഹമുണ്ടാക്കുക, സാമ്പത്തിക ദുരിതം മൂലം തകർന്ന സ്ഥാപനം പുനഃസ്ഥാപിക്കുക എന്നെല്ലാം ഈ സമയത്ത് നടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പൂർവികരുടെ എന്തെങ്കിലും വീട്ടിലെ കുടുംബസ്വത്ത് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അനന്തരാവകാശങ്ങൾ ഏറ്റെടുക്കുക, സ്വാഭാവികമായും അതിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ദുരിതം മൂലം തകർന്ന സ്ഥാപനം പുനഃസ്ഥാപിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് നഷ്ടത്തിലായിരുന്നെങ്കിൽ അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പോസിറ്റീവ് ഉണ്ട്, കുറച്ച് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് നമ്മളൊന്ന് ഒഴിവാക്കാൻ ഒന്ന് എഫേർട്ട് എടുക്കണം. അടുത്തതായിട്ട് ബന്ധം. ഇത് റിലേഷൻഷിപ്പിലുള്ളവർക്കാണ്. ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി. അതിനാൽ തന്നെ വ്യക്തിബന്ധത്തിൽ പരാജയം സംഭവിക്കും. ആസൂത്രണം ചെയ്യുന്നതിലെ ആത്മവിശ്വാസക്കുറവ് അശുഭകരമായ ഫലത്തെ തരും. പലരും ബ്രേക്കപ്പിലാണ്. ആ കഴിഞ്ഞു പോയ ആ ബന്ധത്തിനെ കുറിച്ചുള്ള മുറിവുകൾ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം നാള് ഹീലാവാതിരിക്കുന്നുവോ അത്രയും കാലം പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ വന്നാൽ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മവിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് അത് പരാജയം 90% ഉറപ്പാണ്. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി ശരിയാകും, ഞാൻ ചെയ്ത വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക. അടുത്തതായിട്ട് ഞെരുക്കം. മറഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ അറിയാതെ സ്വയം വിമർശിക്കുകയും അമിത ചിന്തയാൽ ബന്ധനത്തിലാവുകയും ഞെരുങ്ങി കുടുങ്ങിയ അവസ്ഥ. നമ്മുടെ 8 ഓഫ് സോർട്സിന്റെ എനർജിയാണ് ടാരോയില്. അപ്പോൾ ചില തടസ്സങ്ങളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സമയദോഷമായിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രഹപ്പഴ കാലം വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ തന്നെ നെഗറ്റീവ് വിചാരങ്ങളെ കൊണ്ട് നമ്മൾ നെഗറ്റീവ്സ് അട്രാക്ട് ചെയ്യും ജീവിതത്തിലേക്ക്. അപ്പോൾ അങ്ങനെ സ്വയം ബന്ധിതനായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ. ഇതിൽ നിന്ന് പുറത്തു വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, ചെയ്യാനുള്ള അനുഗ്രഹം യൂണിവേഴ്സിൻ്റെ ഉണ്ട്. പക്ഷെ നിങ്ങൾ സ്വയം ഉണ്ടാക്കി തീർത്ത തടവറയിൽ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് രക്ഷയില്ലെന്ന് മനസ്സിലാക്കാം. അടുത്തത് അവസാനമായിട്ട് അശ്രദ്ധ. അപകടം പതിയിരിക്കുന്നു. പുതിയ അവസരങ്ങൾ വരുമ്പോൾ അബദ്ധത്തിൽ പെടാതെ സൂക്ഷിക്കുക. അശ്രദ്ധയോടെ കാര്യങ്ങളെ നോക്കി കാണരുത്. പ്രത്യേകിച്ച് ഇതൊരു പുതിയ ജോലി എന്തെങ്കിലും വിദേശത്തൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വളരെ മോഹിപ്പിക്കുന്ന ചില ഓഫറുകൾ കിട്ടുമ്പോൾ ചാടി വീഴാതിരിക്കുക. അത് വിദേശത്ത് നിന്നല്ല നാട്ടിലായാലും തന്നെ പെട്ടെന്ന് പണക്കാരനാവാനുള്ള, അല്ലെങ്കിൽ അത്ര ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നില്ലേ ഇത്രയധികം ശമ്പളം ഇത്ര ചെറിയ ജോലിക്ക് അങ്ങനെയൊക്കെ തോന്നില്ലേ, അതിനുള്ളിൽ എന്തെങ്കിലും ചതിക്കുഴി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് പൈസക്കാരനാവാനുള്ള ആരെങ്കിലും കുറുക്ക് വഴികൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നല്ലോണം ചിന്തിച്ച് ശരിക്കും പരിശോധിച്ചതിന് ശേഷം മാത്രം അതിലോട്ട് എടുത്തു ചാടുക. താങ്ക്